ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന സിനിമാ നടനാണ് തെലുഗു സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ. കഴിഞ്ഞ ദിവസം അദ്ദേഹം അറസ്റ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. കാരണം ഒരു കുടുംബത്തിൻ്റെ അമ്മ അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞത് ഇപ്രകാരമാണ്: താരം നിയമത്തിന് മുകളിലല്ല, സിനിമാ താരത്തിന് ഇതെല്ലാം ബിസിനസ്സാണ്, പോലീസിനെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ പ്രൊമോഷണൽ മീറ്റിങ്ങിന് അല്ലു അർജുൻ വരുന്നത് പോലീസുകാരെ അറിയിക്കാഞ്ഞതുകൊണ്ടാണ് ഈ സംഭവം നടന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം വലിയ ആളായതുകൊണ്ട് അറസ്റ്റ് ചെയ്തു. പക്ഷേ ജയിലിൽ പോകേണ്ടി വന്നിട്ടില്ല. ഒരുപാട് തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ആളുകൾ ഒരുപാട് പേരെ അടിച്ചു ഓടിക്കുകയും തല്ലി ഓടിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ അല്ലു അർജുൻ നിരപരാധിയാണ്. അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. പുഷ്പ 2 ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെയധികം വിജയപ്രദമായിട്ടുള്ളൊരു സിനിമയാണ്. കോടികൾ വിറ്റുവരവ് കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് ജനം പൊതുവേ ഇളകും. അതുകൊണ്ട് ജനം ഇളകുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതുപോലുള്ള തിയേറ്റേഴ്സിലൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. തിക്കിലും തിരക്കിലൊക്കെ ഒരുപാട് പേര് മരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതുപോലെ ജനങ്ങൾ തിക്കിത്തിരക്കുകയാണ്. പിന്നെ മാത്രമല്ല, ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ച ഒരു വിഭ്രാന്തിയാണ് ആ സമയത്ത് ഉണ്ടാവുന്നത്. കാരണം തിയേറ്ററിൽ ഒരു സിനിമാ താരത്തെ കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായി അതുണ്ടാവും. ഏതായാലും തെലങ്കാന ഗവൺമെൻറ് ഈ ചെയ്തത് ഇന്ത്യയിൽ ഒരിടത്തും ആരും ചെയ്യാത്ത ഒരു കാര്യമാണ്. കേരളത്തിലാണെങ്കിൽ, ബോംബെയിലാണെങ്കിൽ ഒരിക്കലും ആ സിനിമാ താരങ്ങളെ ആരും അറസ്റ്റ് ചെയ്യില്ല. പക്ഷേ തെലങ്കാന മുഖ്യമന്ത്രി തീക്ഷ്ണമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. താമസോന അല്ലു അർജുൻ മടങ്ങി വരും എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരണം അദ്ദേഹം നിരപരാധിയാണ്.